നമസ്തേ സ്വാമിജി. നമസ്തേ നമസ്തേ. സ്വാമിജി, എന്റെ സംശയം ഈ പല സ്ഥലങ്ങളിലും ഒരു പോസ്റ്റർ രീതിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കുന്നതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്. അതൊരു ഗീതാവാക്യമായിട്ടാണ് പല സ്ഥലങ്ങളിലും കാണാൻ സാധിച്ചത്. അപ്പൊ ഇതിനെക്കുറിച്ച് ഒന്ന് രണ്ട് ആചാര്യന്മാരോട് സംശയം ചോദിച്ച സമയത്ത് അത് ക്രിസ്ത്യൻ മിഷണറിമാർ മതപരിവർത്തനം ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ പ്രചരിപ്പിക്കുന്നതാണ്, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ അത് എന്താണെന്നുള്ള ഒന്ന് പറഞ്ഞുതരുമോ സ്വാമിജി? ഇത് കുറേ വർഷങ്ങളായിട്ട് പ്രചരിച്ച ഒരു സന്ദേശമാണ്. ഈ സന്ദേശത്തിന് പിന്നിൽ ആരാണ് എന്ന് നമുക്ക് അറിയില്ല. അറിയാതെ പറയാൻ പാടില്ല. പക്ഷേ ഒന്ന് പറഞ്ഞേ മതിയാവൂ, ആ സന്ദേശം ഭഗവത്ഗീതയുടെ സന്ദേശം അല്ലെന്ന് മാത്രമല്ല, ഭഗവത്ഗീതയുടെ സന്ദേശത്തിന് വിരുദ്ധമാണ്. സംഭവിച്ചതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാനുള്ളതും നല്ലതിന്, നീ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ, നിനക്കെന്തെങ്കിലും കൊണ്ടുപോകാനുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മനുഷ്യനെ തീർത്തും കർമ്മവിമുഖനാക്കി തീർക്കുന്ന, നിരുത്സാഹിയാക്കി തീർക്കുന്ന, എന്ത് വന്നാലും അതൊക്കെ നല്ലതിനെന്ന് കണക്കാക്കി ഒരു ഉത്പതിഷ്ണു അല്ലാതാക്കി തീർക്കുന്ന സന്ദേശമാണത്. ഇനി അത്തരമൊരു സന്ദേശം നല്ലതാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ്, അതിനെ നമ്മൾ എതിർക്കുന്നില്ല. പക്ഷേ ഭഗവത്ഗീതയുമായി അതിനെ ബന്ധിപ്പിക്കാൻ പാടില്ല. ഇപ്പൊ ഒരാള് നല്ലൊരു സന്ദേശമാണെന്ന് മാനിക്കുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കാൻ നമുക്ക് അധികാരമില്ല. കാരണം അയാളുടെ ദൃഷ്ടിയിൽ അത് നല്ല സന്ദേശമാണ്. കാരണം ശാന്തമായി ജീവിതം നയിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു സന്ദേശമല്ലേ അത് എന്ന് ചോദിച്ചേക്കാം. അതുകൊണ്ടാണ് പറയുന്നത് തീർച്ചയായിട്ടും നല്ല സന്ദേശമാണ്. തല്ലുകൊള്ളുന്നതും നല്ലതെന്ന് അവിടെ അംഗീകരിച്ചോളണം. പക്ഷേ അത് ഭഗവത്ഗീതയുടെ സന്ദേശമാണെന്ന് പറയരുത്, അവിടെയാണ് വിരോധം. പക്ഷേ ഇത് ഭഗവത്ഗീതയുടെ സന്ദേശം എന്നാണ് പ്രചരിച്ചത്. ഗീതയുടെ സന്ദേശം നേരെ വിപരീതമാണ്. ഗീത പറയുന്നത് നീ കുശലതയോടുകൂടി നിന്റെ ധാർമ്മിക കർത്തവ്യം നിർവഹിക്കൂ എന്നാണ്. നീ യുദ്ധം ചെയ്യൂ എന്നാണ്. സദാ മനസ്സിൽ എന്നെ ഓർത്തുകൊണ്ട് കർത്തവ്യരൂപമായ യുദ്ധത്തെ ചെയ്യൂ എന്നാണ് പറയുന്നത്. യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് എല്ലാം നല്ലതിനെന്ന് വിചാരിച്ച അർജുനനോട് ഇതല്ല നിന്റെ കർത്തവ്യം എന്ന് ഉപദേശിക്കുകയാണ് ഭഗവാൻ ഗീതയിലൂടെ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു 10-20 വർഷങ്ങൾക്ക് മുൻപ്, 10-25 വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവം. ഒരു സ്ഥലത്ത് നമ്മൾ പ്രഭാഷണത്തിന് പോയി. അവിടെ പ്രഭാഷണാനന്തരം ഒരു വീട്ടിൽ ഉച്ചഭക്ഷണത്തിന് പോയതാണ്. 10-25 വർഷങ്ങൾക്ക് മുമ്പാണിത്. അപ്പൊ ആ വീട്ടിൽ ചെന്ന സമയത്ത് നല്ല മനോഹരമായിരിക്കുന്ന ഒരു വർണ്ണ കടലാസില് ഈ സന്ദേശം വലുതായി തൂക്കി വെച്ചിട്ടുണ്ട് വീടിന്റെ മുമ്പിൽ. നമ്മൾ ആ വീട്ടിലെ വീട്ടമ്മയെയും ആ അദ്ദേഹത്തെയും വിളിച്ച് ചോദിച്ചു, നിങ്ങൾ ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടോ? വായിക്കാറുണ്ട് സ്വാമി. നിങ്ങൾ എവിടെയെങ്കിലും ഈ ഒരു സന്ദേശം ഗീതയിൽ കണ്ടിട്ടുണ്ടോ? അവരിരുന്ന് ഉരുളുകയാണ്. അപ്പൊ അവരെത്രമാത്രം വായിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളവരോട് പറഞ്ഞു, നിങ്ങൾ ദയവ് ചെയ്തോ ഈ സന്ദേശം നിങ്ങൾക്ക് തൂക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൂക്കിക്കൊള്ളൂ, പക്ഷെ ഭഗവത് എന്നുള്ള ശബ്ദത്തിൽ നിന്ന് വെട്ടിമാറ്റണം. ഗീതയാവാം, കാരണം അയൽവാസി ഗീത ഉണ്ടാവാമല്ലോ. ലോകത്തിൽ ഏതെങ്കിലും ഒരു ഗീത ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് പറയാൻ ധൈര്യമില്ല. തെക്കേലെ ഗീതയും വടക്കേലെ ഗീതയുണ്ട്, കിഴക്കേലെ ഗീതയും പടിഞ്ഞാറ്റിലെ ഗീതയുണ്ട്. അപ്പൊ അത്തരം ഏതെങ്കിലും ഗീത പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ ഭഗവത്ഗീത പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഗീതയുടെ സന്ദേശത്തിന് ഘടകവിരുദ്ധമാണിത്. അപ്പൊ അവർ പറഞ്ഞു, അങ്ങനെയാച്ചാ പിന്നെ എന്തിനാ സ്വാമി ഈ സന്ദേശം തൂക്കണത്? ഇത് കീറിക്കളയാം. ഞാൻ പറഞ്ഞു, മുഴുവൻ കീറണ്ട. അതിമനോഹരമായൊരു ഓങ്കാരം ഉണ്ട് അതിന്റെ മുകളിൽ, അത് കീറേണ്ടതില്ല. അത് കൃത്യമായി വെട്ടിയെടുത്ത് നിങ്ങൾ വാതിലിന്റെ മുകളിൽ ഒട്ടിച്ചോളൂ, ബാക്കിയെല്ലാം കീറിക്കളഞ്ഞോളൂ പറഞ്ഞു. കീറാൻ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, അവര് കീറാൻ തയ്യാറായപ്പോഴാണ് അങ്ങനെ പറഞ്ഞത്. ശ്രദ്ധിക്കുക, ഇത് കഥയല്ല. തീർച്ചയായിട്ടും ആ വീട്ടിൽ നിന്നത് മാറ്റിയപ്പോൾ അവർ അയൽവാസികളും അത് മാറ്റിയിട്ടുണ്ടാവും.
അപ്പൊ എവിടുന്ന് കിട്ടിയാന്ന് ചോദിച്ചപ്പോൾ ഗുരുവായൂരിൽ അവർ മേടിച്ചതെന്ന് പറഞ്ഞു. സത്യസന്ധമായി പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ നമ്മൾ വിചാരിച്ചു ഇത് കേരളത്തിൽ മാത്രമുള്ളൊരു ഒരു ആഭാസമാണെന്ന്. പക്ഷെ പിന്നീട് ഹിന്ദി ഭാഷയിൽ ഇത് പല ഗൃഹങ്ങളിലും കാണുകയുണ്ടായി, മധ്യഭാരതത്തിൽ, ഉത്തരഭാരതത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കേവലം മലയാളത്തിൽ മാത്രമുള്ളതല്ല എന്ന് പിന്നീട് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഇത് എവിടുന്നാണ്, ആരാണ് ഇതിന്റെ സ്രോതസ് അറിയില്ല, ആരുടെ ബുദ്ധിയിൽ നിന്നാണ് ഇത് വന്നത് അറിയില്ല. ഏതായാലും ഒന്ന് തീർത്തും പറയാം, നമ്മളെ അശക്തരാക്കി, നമ്മളെ പ്രതികരണശേഷി ഇല്ലാത്തവരാക്കി, വന്നു ചേരുന്ന എല്ലാ അടിമത്തവും നല്ലതിനാണെന്ന് നമ്മെ ധരിപ്പിക്കുന്നവരാക്കി തീർക്കാൻ ഉദ്ദേശിക്കുന്ന ആരൊക്കെയോ ആണ് ഇതിന്റെ പിന്നിലുള്ളത്. പിന്നെ പ്രചരണം നമ്മൾ ചെയ്തോളുമല്ലോ. ഓം എന്നുള്ളതും ഭഗവത്ഗീത എന്നും കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഭക്തിപൂർവ്വം ഇതങ്ങ് അടിച്ചിറക്കിക്കൊള്ളും. അത് വാങ്ങി പൂജാമുറിയിലും തൂക്കും, വീട്ടിന്റെ ഉമ്മറത്തും തൂക്കും. എന്നാ ഇത് ശരിയാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനെങ്കിലും ഒരു പ്രാവശ്യം ഗീത ഒന്ന് വായിച്ചുകൂടെ? അപ്പൊ മനസ്സിലാവില്ലേ ഗീതയുടെ സന്ദേശമല്ല ഇതെന്ന്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ആരുടെയെങ്കിലും വീട്ടിൽ ഈ സന്ദേശം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചെയ്യാവുന്നതാണ്. ഒന്ന്, ഓങ്കാരം വെട്ടിയെടുത്തിട്ട് പ്രത്യേകം സൂക്ഷിക്കാം. രണ്ട്, ഭഗവത് എന്ന് വെട്ടിക്കളയുക. എന്നിട്ട് അന്വേഷണം നടത്തുക ഏത് ഗീതയാണ് ഇങ്ങനെ പറഞ്ഞതെന്ന്. അങ്ങനെ അവളുടെ സന്ദേശമാണെന്ന് ഉൾക്കൊള്ളുക. അല്ലാതെ ഭഗവത്ഗീതയുടെ സന്ദേശം അല്ലിത്, അതിന് നേരെ വിരുദ്ധമാണ്. പിന്നെ ആരാണ് ഇതിന് പിന്നിലെന്ന് സത്യസന്ധമായി പറയാൻ നമുക്ക് അറിയില്ല. ഒന്നുറപ്പാണ്, നമ്മളെ ദുർബലരാക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് ഇത് ഇറക്കിയിട്ടുള്ളത് എന്ന് മാത്രം പറയാം.